വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നോക്കൂ. മിറാക്കിൾ എന്നല്ലാതെ എന്തു പറയാൻ. അള്ളാഹുവിൻ്റെ ആ വലിയ കരുണാ കടാക്ഷം നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മാറിമറിയുക എന്നൊരിക്കലും പറയാൻ പറ്റൂല. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന മെസ്സേജ്, കഴിഞ്ഞ ദിവസം വന്നതല്ല, അത് കുറച്ചായി വന്നിട്ട്, പക്ഷെ ഞാനത് എടുത്തു നോക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോഴാണത് കാണുന്നത്. തങ്ങളെ അൽഹംദുലില്ലാ, നഷ്ടപ്പെട്ട ജോലി എനിക്ക് തിരിച്ചു ലഭിച്ചു. മരിക്കാൻ വരെ തീരുമാനിച്ചതായിരുന്നു. റബ്ബിനോട് എത്ര ഹംദ് പറഞ്ഞാലും മതിയാകൂല. എന്നോട് 1-ാം തീയതി ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സൗദി നേരിട്ട് റൂമിൽ വന്ന് സംസാരിക്കുകയായിരുന്നു. ബിസ്മി ചൊല്ലി തുടങ്ങിയത് മുതൽ വിചാരിക്കാത്ത രൂപത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അവർ കുറേ മുമ്പ് അയച്ച മെസ്സേജാണ്. പക്ഷേ ഞാനത് ഈ അടുത്താണ് എടുത്തു നോക്കുന്നത്. അപ്പോഴാണ് ആ വിവരം നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിതിൽ പറയുന്ന അമലുകൾ ചെയ്ത് അള്ളാഹു അവർക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന എൻ്റെ കഴിവല്ല എന്ന് എല്ലാ സമയത്തും ഓരോ അമലുകളും പറയുമ്പോൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായി അതിൻ്റെ അമലുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അള്ളാഹു അവനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാകും, അല്ലേ? നിസ്കരിക്കുന്നത് അള്ളാഹുവിനെ പരിഗണിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ്. നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നത് അള്ളാഹുവിനെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പൊ അള്ളാഹുവിനെ പരിഗണിക്കുമ്പോൾ അവൻ പറഞ്ഞതനുസരിച്ച് കൃത്യമായി നമ്മൾ ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ അവൻ നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന വലിയ വലിയ കവാടങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ. ഇത് ഒരു അമലിനെ കുറിച്ച് മാത്രമല്ല നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ചാനലിൽ നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 20ന്റെ അടുത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള അമലുകൾ മാത്രം 20ഓളം അമലുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അമലുകളൊക്കെ മുഴുവനും ചെയ്ത ആളുകളുണ്ട്, ചിലത് മാത്രം ചെയ്തവരുണ്ട്, ഒന്ന് തന്നെ പലതവണ ചെയ്തിട്ട് ഓരോ മുറാദുകൾ ഹാസിലായിട്ട് അടുത്തത് ചെയ്തവരുണ്ട്, മദീനയിൽ പോയി ചെയ്തവരുണ്ട്, നാട്ടിൽ നിന്ന് തന്നെ വിവിധ മഖാമുകളിൽ പോയി ചെയ്തവരുണ്ട്. അങ്ങനെ വലിയ റിസൾട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ, ഈ മെസ്സേജിൽ അവർ പറയുന്നത്. 12,000 ബിസ്മിയുടെ അമല് നമുക്കൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല, നേരിട്ട് വരാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്നറിയിക്കണം. അപ്പൊ ഈ ചൊവ്വാഴ്ച ഉണ്ടാകൂല. ഇനിയുള്ളത് അടുത്ത ചൊവ്വാഴ്ചയാണ്. അപ്പൊ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് ഫോൺ വിളിക്കേണ്ടത്. അപ്പൊ ഞായറാഴ്ച 10 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. തിങ്കളാഴ്ച വിളിച്ചാൽ ഏകദേശം ഫുൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഞായറാഴ്ച തന്നെ 10 മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രമേ വരാവൂ എന്നറിയിക്കണം. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പൊ ഈ ആഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല, അതുകൊണ്ട് ഈ ആഴ്ച ബുക്കിംഗ് ആർക്കും ഉണ്ടാവൂല എന്നറിയിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രോഗികളുണ്ട്, ആജിലായ ശിഫ നൽകട്ടെ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടി കൊടുക്കട്ടെ. പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ ഉസ്താദ് പ്രത്യേകം ദുആകളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് പോകുന്നവരുണ്ട്. അവർ വരുമ്പോൾ തന്നെ സമയം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു പേപ്പറിൽ മുഴുവൻ എഴുതി വെച്ചിട്ട് ഇവിടെ വെക്കലുണ്ട്. ഞാൻ അത്തരം പേപ്പേഴ്സൊക്കെ കൃത്യമായിട്ട് എടുത്തു വെച്ച് നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ മജ്ലിസിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകം അവരോട് അതൊക്കെ വായിക്കാനും അത് ദുആകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തണം എന്നൊക്കെ അറിയിക്കാറുണ്ട്. അതൊന്നും വെറുതെ ആവൂല എന്ന് അറിയിക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. ഈ 12,000 ബിസ്മിയുടെ അമലുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് മെസ്സേജുകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തവർക്ക് വലിയ ഫലങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഞാൻ എല്ലാ സമയത്തും സൂചിപ്പിക്കാറുണ്ട്, നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടെ ചെയ്യണം. ഇപ്പൊ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമൽ എന്ന് പറഞ്ഞാല് അത് നമ്മള് കുറേ മുമ്പ് പറഞ്ഞതാണ്. ആ വീഡിയോ, പ്രധാനപ്പെട്ട വീഡിയോ, ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കണ്ട് ഒരുപാട് ആളുകൾ ആ അമൽ ചെയ്തു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരായ പ്രവാസികള് എത്രയോ തവണ അമൽ ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും നിരന്തരം 200-ഉം 300-ഉം കമ്പനികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് അവരവരുടെ CV അയച്ച് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിയുന്നതിന്റെ മുമ്പ് അവർക്കതിനൊരു അവസരം കിട്ടണമെന്ന് മനസ്സിലാക്കിയിട്ട് മെസ്സേജ് അയക്കുന്ന, CV-കൾ അയച്ചുകൊണ്ടിരിക്കുന്ന, ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്ന എത്രയോ പ്രവാസികൾ, അവരൊക്കെ നമ്മുടെ അമൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് ലഭിച്ച, ജോലി ലഭിച്ച എത്ര ആളുകൾ നമ്മെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നറിയോ? ഇതെല്ലാം ഇതിൽ പറയണ്ടല്ലോ, ഇടക്ക് ഓരോന്ന് ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഇടക്കൊന്ന് പറയുന്നതാണ്. ഇപ്പൊ ഈ ഒരു സഹോദരന്റെ മെസ്സേജ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അവരെഴുതിയത് അങ്ങനെയൊന്നും ശരിക്കും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവര് എഴുതിയത് അങ്ങനെയൊക്കെയാണെങ്കിലും അവർ ആ ജോലിയുമായി ബന്ധപ്പെട്ട് അത്രയും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ അവർക്ക് ഈ മെസ്സേജ് അയച്ചു, നമ്മുടെ വീഡിയോ അയച്ചു കൊടുത്ത് അതേപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തോടു കൂടി ആ വീഡിയോ കാണണം, ആ വീഡിയോ കണ്ട് ചെയ്യണം. അപ്പോൾ അതിന് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ രൂപം പറയുന്നുണ്ട്. ആ രൂപത്തിൽ ചെയ്തപ്പോൾ അതിനുള്ള ഫലം അവർക്ക് ലഭിച്ചതാണ്. ഇങ്ങനെ ഈ ഒരു അനുഭവം മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ മാസം തന്നെയാണെന്ന് തോന്നുന്നു, ഒരു കുടുംബം അവർക്ക് വിൽക്കാൻ വേണ്ടി വെച്ച പുരയിടവും സ്ഥലവും ഒക്കെ വിറ്റുപോയത്. അതേപോലെ തന്നെ തെക്ക് ഭാഗത്തുള്ള ഒരു ഫാമിലി, അവരൊക്കെ നമ്മളിവിടെ കാണാൻ വന്നിരുന്നു. ആ റിസൾട്ട് അവർക്ക് കിട്ടിയതിന് ശേഷം അവരുടെ ഒരിക്കലും വീടൂലെന്ന് വിചാരിച്ചിരുന്ന ആ കടം ഒരു സഹോദരൻ വന്ന് വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞത് ഞൊടിയിടയിൽ തന്നെ, കുറെ കാലം കാത്തിരിക്കേണ്ട ആവശ്യം വന്നില്ല, പെട്ടെന്ന് വീടിയതും ഒക്കെ ബിസ്മിയുടെ മഹത്വം കൊണ്ട് അവർക്ക് ലഭിച്ചതാണ്. അതുപോലെ തന്നെ ഒരുപാടുണ്ട് അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിങ്ങനെ നീട്ടി പറയുക എന്നുള്ളതല്ല, എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിൽ പറയുന്ന ഓരോ അമലുകളും അത് ചെയ്യേണ്ട രൂപത്തിൽ, ഓരോ വീഡിയോസിലും അമലുകൾ പറയുമ്പോൾ അതിന് പാലിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഫലം ലഭിക്കുക. പിന്നെ നമുക്കെപ്പോഴും ഒരു പ്രതീക്ഷ വേണം, ആ പ്രതീക്ഷയോടുകൂടെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ചില തടസ്സങ്ങളും ചില മാന്യതകളൊക്കെ ഉണ്ട്. നമുക്ക് സിഹറുമായി ബന്ധപ്പെട്ട വല്ല തടസ്സങ്ങളുണ്ടോ, ഐനുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസങ്ങളുണ്ടോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാദ്യം നീക്കം ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ എന്തോ ചെയ്ത് എന്തെല്ലോ കാണിച്ച് ഒന്നും അങ്ങനെ ഒരാളെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഷോ കാണിക്കുകയോ അല്ലെങ്കിൽ ആളുടെ മുമ്പിൽ ഒരു വലിയ ആളാവാൻ വേണ്ടി എന്തെങ്കിലും പറയുകയോ ചെയ്യുമൊന്നുമല്ല. നമ്മൾ നിരന്തരം ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ റിസൾട്ട് ലഭിക്കുന്നതാണ് നമ്മൾ പറയുന്നത്. ഇവിടെ തന്നെ ഒരു തവണ വന്നവര് പിന്നീടും വരുന്നു, അങ്ങനെ പലതവണ തന്നെ വരുന്നത് നമുക്ക് കാണാം. അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കുടുംബം വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ ഉസ്താദ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, അങ്ങനെ ആ അമല് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ സമയത്ത് ഞാനത് ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ എനിക്കൊരു കോള് വന്നു. ആ കോളിലൂടെ ഞാൻ ഉദ്ദേശിച്ച
കാര്യം നടന്നു എന്ന്, അവർ വീട്ടിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ആ കാര്യം സാധിച്ചു എന്ന് അവർ പറയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് അവരുടെ അയിനുമായി ബന്ധപ്പെട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കണം, അത് ബാത്തിലാക്കി കളയണം. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള അമല് നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ചെന്ന് ഞാൻ പറയുന്ന രൂപത്തിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാർ, 2 ചെറുപ്പക്കാരായിരുന്നു, അവർ വളരെ ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസത്തോടുകൂടെ അവിടെ പോയി ചെയ്തു. അവർ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരത് ചോദിക്കുന്നത് അത് ചെയ്യണം എന്ന രൂപത്തിൽ തന്നെയാണ്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്കത് അത്രത്തോളം ആക്സെപ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന രൂപത്തിലായിരുന്നു അവരുടെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ അവരുടെ ആ കാര്യം സാധിച്ച് അവർ മറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് പിന്നീട് വന്നിരുന്നത്. അങ്ങനെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. അപ്പൊ ഈ പറയുന്ന അമലുകളൊക്കെ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നു, അതിന് മുമ്പ് മറ്റൊരു ചൊവ്വാഴ്ച വന്നു, ഇങ്ങനെ വരുമ്പോഴൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവരോടൊക്കെ നമ്മൾ ഓരോ അമലുകൾ പറയും. അതൊരു പക്ഷേ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന അമലുകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് നമുക്ക് കൂടുതൽ സമയം ഇവിടെ ആളുകൾ ഇരുത്താനുള്ള സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ 10 മിനിറ്റ്, ചില ഗൗരവമുള്ള കേസുകളൊക്കെ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ ഒരുപാട് സമയം ലേറ്റ് ആകുന്നത്. അപ്പൊ ഈ അരമണിക്കൂർ ഒക്കെ, ഈ 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഖുർആനിന്റെ ആയത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ചില വളരെ ഫലം ചെയ്യുന്ന ചില ഇസ്മുകൾ, അതിന്റെ എണ്ണം അനുസരിച്ച് ചൊല്ലാൻ കൊടുക്കുക. അതുപോലെ തന്നെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹദീസിലൂടെ സ്വഹാബാക്കള് തത്തുല്യമായ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ആ മറുപടിയിലൂടെ ചില ദിക്റുകൾ വന്നിട്ടുണ്ട്, ചില ആയത്തുകൾ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള അമലാണ്, അത് വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളാണ്. അത് ഇന്നാലിന്ന സ്ഥലത്തിരുന്ന് ഇന്നാലിന്നതുപോലെ പറഞ്ഞ ആ ഷർത്തുകൾ പാലിച്ച് ആ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ അവിടെ മിറാക്കിൾ സംഭവിക്കുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതിന്റെ പ്ലേലിസ്റ്റിൽ പോയാൽ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉസ്താദ് കുറെ ആയിട്ട് വീഡിയോയിൽ നമ്പർ കാണിക്കുന്നില്ലല്ലോ, നമ്പർ കാണിച്ചിട്ട് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്പർ കാണിച്ചിട്ട് ഞാൻ ആകെ അങ്ങ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണം, അത്രയും കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ തന്നെ ഏകദേശം 4ഉം 5ഉം ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഫോൺ കോളുകൾ വരുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യട്ടെ, ഞായറാഴ്ച 10 മണിക്ക് തിങ്കളാഴ്ച 10 മണിക്ക് ശേഷം വിളിക്കട്ടെ എന്ന അർത്ഥത്തിലാണ് നമ്പർ കാണിക്കാത്തത്. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്താണ്. നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതലൊന്നും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അമലുകൾ അത് ഇവിടെ നേരിട്ട് വന്നാലും അല്ല എന്നുണ്ടെങ്കിലൊക്കെ ഈ പറഞ്ഞ അമലുകൾ അതുപോലെ പറയുന്ന രൂപത്തിൽ കൃത്യമായി ചെയ്താൽ അതിന് നല്ല ഫലം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ നല്ല ഫലം നൽകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചൊവ്വാഴ്ച പല ഇപ്പോൾ നേരത്തെ ഉസ്താദിന് ബുക്കിംഗ് തന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നേരത്തെ ബുക്കിങ്ങിന് ഞാനൊരു ദിവസം ഒരു ചൊവ്വാഴ്ച ബുക്കിംഗ് ഒരു 10-70 ആളുകൾക്ക് ബുക്കിംഗ് ഏറ്റെടുത്തു. അങ്ങനെ പെട്ടെന്ന് ആ ചൊവ്വാഴ്ച എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ അർജന്റായിട്ട് മറ്റൊരു പ്രോഗ്രാമിന് വേണ്ടി പോകേണ്ടി വരും. അങ്ങനെ പോകേണ്ടി വന്നപ്പോൾ എനിക്ക് ഈ 70 ആളുകൾക്കും ഫോൺ വിളിച്ച് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഈ ക്യാൻസൽ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ വരുമ്പോൾ പല ആളുകളും ഫോൺ വിളിച്ചെടുക്കൂല. അപ്പൊ അവരിവിടെ വന്ന് തിരിച്ചു മടങ്ങി പോവാണ്. അങ്ങനെയുള്ളൊരു പ്രയാസം വരുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ബുക്കിംഗ് ഏറ്റെടുക്കാത്തത്. അതുകൊണ്ട് എന്നാണോ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അത് ഓർമ്മപ്പെടുത്തണം. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴുള്ളൊരു പ്രയാസം ഇതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാക്സിമം, ഇവിടെ ആരോടും ഞാൻ നേരിട്ട് വരണം എന്നുള്ളത് ഒരാളോടും പറയുന്നില്ല. ഇവിടെ നേരിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത്. പിന്നെ പലരും വരണം എന്നുള്ളത് ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിന് മുതിരാറുള്ളത്. അപ്പൊ ഇവിടെ നേരിട്ട് വരണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ഇവിടെ നമ്മൾ പറയുന്ന അമലുകൾ അത് വളരെ ആത്മാർത്ഥമായി ചെയ്യാം. ആ ചെയ്യുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാകും, നല്ല ഫലം ഉണ്ടാകും. അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ നേരിട്ട് വരുന്നവർക്കും റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ
നമ്മൾ ചെയ്യുന്നത് പോലെ പറയുന്നത് പോലെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. അപ്പോഴാണ് അതിൻ്റെ ആ റിസൾട്ട് ആ നല്ല രൂപത്തിൽ ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കൂല. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഫോൺ എടുക്കാത്തതാണ് ഒന്നാമത്തെ മെയിൻ വിഷയമായിട്ട് പലരും ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് പറയുന്നത്. നമ്മൾ കേവലം ഈ ഒരു ലൈവിൻ്റെ ഈ പ്രോഗ്രാമോ ഇത് മാത്രമല്ല, വേറെയും ഒരുപാട് വിഷയങ്ങൾക്കിടയിൽ സമയം കിട്ടുമ്പോൾ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഒരുപാട് കോളുകൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മെസ്സേജ് ആണെങ്കിൽ സുഖമാണ്, നമുക്ക് പെട്ടെന്ന് അതിന് റീപ്ലൈ കൊടുക്കാൻ പറ്റും മെസ്സേജ് ആകുമ്പോൾ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഇന്ന് എനിക്ക് വന്ന കോളുകളുടെ ഒരു ഭാഗം ഞാനത് ഹൈഡ് ചെയ്തിട്ട് ഞാനതിന് ഡിസ്പ്ലേയിൽ കാണിക്കണേ. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 10 എന്ന് പറയുന്ന സമയത്ത് 6 കോളുകളാണ് വന്നത്. ഞാനതെല്ലാം കൂടെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാലേ എനിക്ക് ഒരു ചെറിയ സമയം പോലും എനിക്ക് ഫ്രീ കിട്ടലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിന് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യും. പല ആളുകൾ ഇപ്പോൾ ഈ 100-400 ആളുകൾ ഒരു ദിവസം വന്നു എന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ഈ വേറെയും കുറേ ദിവസങ്ങളിൽ 100 കണക്കിന് ആളുകൾ വരുന്നു. ഇവരൊക്കെ ഇവിടെ എത്തുന്നത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയാണ് എത്തുന്നത്. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പലരും വിളിക്കുമ്പോൾ ബിസി കാണിക്കുകയാണ്, അത് മറ്റുള്ളവർ വിളിക്കുന്നതുകൊണ്ട് ബിസി കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ മെസ്സേജ് അയച്ചൊക്കെ മറ്റേ കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ വരുന്നതായിരിക്കും നന്നാവുക എന്നറിയിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. നമ്മൾ പറയുന്ന നമ്മുടെ ചാനലിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള അമലുകൾ നിരവധി പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക. പിന്നെ എല്ലാ സമയത്തും സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് റിസൾട്ട് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആത്മാർത്ഥത വേണം. നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ വളരെ വിനയാന്വിതനായിട്ട് ഒരു ആബിദായിട്ട് അള്ളാഹു പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹു ചെയ്യണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് പരമാവധി മനുഷ്യ സഹജമായ തെറ്റുകളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ റബ്ബിനോട് കേണപേക്ഷിച്ച് അവനോട് പുറത്തു തരാൻ വേണ്ടി ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ചാലേ ഒന്നൊരു പ്രയാസമല്ല, ഒരു പ്രതിസന്ധിയുമല്ല. മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെ അത് ഒരുക്കും. എത്ര അനുഭവങ്ങളുണ്ടെന്നറിയോ ഞാനിതൊരു ദഅവത്തിന്റെ ഒരു മാർഗവും കൂടെയാണല്ലോ ഇത്. പല ആളുകളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, ഞാൻ പലപ്പോഴും ചില ചെറുപ്പക്കാരൊക്കെ വരുമ്പോൾ എനിക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ, അവരുടെ റൊട്ടീൻ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരൊന്നും നിസ്കരിക്കാത്ത ആളുകളാണെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ ഈ അമല് സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരും ഞാനും മാത്രമല്ലേ ഉള്ളൂ. യുവാക്കളൊക്കെ വരുമ്പോൾ ഒരാളായിട്ടാണ് ചിലപ്പോൾ വരിക. അപ്പോൾ അവർ നമ്മളെ മുമ്പിലിരിക്കുമ്പോൾ വേറെ ആരും അറിയുന്നില്ലല്ലോ അവരുടെ വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഉസ്താദേ ഞാൻ അങ്ങനെ എനിക്ക് നിസ്കരിക്കാനൊന്നും സമയം കിട്ടാറില്ല. അവരതിൻ്റെ ഗൗരവം പോലും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ നമ്മളോട് അവരോട് പറയും, ഇവിടെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു, എനിക്ക് നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശം ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും തുടർച്ചയായി
തീർച്ചയായി നിങ്ങൾ സുബഹിക്ക് ശേഷം ഈ അമൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 40 ദിവസം തുടർച്ചയായിട്ട് സുബഹ നിസ്കരിക്കണം എന്ന് വന്നു. നിങ്ങൾ ഇൻഷാ അല്ലാഹ്, ഞാൻ ഇതെൻ്റെ ഒരു നിങ്ങളെ മുമ്പിൽ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഒരു ബാധ്യത എന്ന അർത്ഥത്തിൽ പറയാണ്. ഈ വിഷയം അറിഞ്ഞിട്ട് ഇത് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഇനി മുതൽ 5 വഖ്ത് നിസ്കാരം ചുരുങ്ങിയത് എത്ര തിരക്കാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് പറയുമ്പോൾ പല ചെറുപ്പക്കാരും കണ്ണുനീരൊലിപ്പിച്ച്, ഉസ്താദെ ഞാൻ എൻ്റെ ഇത്രയും 40 വയസ്സിൻ്റെ ഇടയിൽ ഇത്രയും കാലം ഉസ്താദെ എനിക്കിങ്ങനെ നിസ്കരിക്കാനുള്ള ഒരു അവസരവും അതിനുള്ള മനസ്സും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചെറിയൊരു പുഷ് കൊടുത്തപ്പോൾ, ചെറിയൊരു സപ്പോർട്ട് കൊടുത്തപ്പോൾ അവരൊക്കെ അതിന് തയ്യാറായി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ദഅവത്തിന്റെ മാർഗവും കൂടെയാണല്ലോ. ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരെ ഏതെങ്കിലും രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവരാൻ നമ്മുടെ വാക്ക് ഒരു ഇൻസ്പിറേഷൻ ആയാൽ അതല്ലേ ഏറ്റവും ഖൈറ്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങളുള്ളവരുണ്ട്, മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് ഉസ്താദേ എൻ്റെ മോനെ ലഹരിയിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, പൊട്ടിക്കരയുന്നവരുണ്ട് വന്നിട്ട്. അള്ളാഹുവേ അവർക്കൊക്കെ അവരെന്തോ, ഇവിടെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടല്ലോ, അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് നീയത്താണോ ഉള്ളത് ആ നീയത്തിനെ പൂർത്തീകരിക്കണം അല്ലാ. മക്കളെ നന്നാക്കണം അല്ലാ. ഭാര്യമാരുടെ ദുസ്വഭാവം കൊണ്ട് ഭർത്താക്കന്മാർ വന്നതുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ ഹുസ്നുൽ ഖുൽഖ് നൽകണം അല്ലാ. അതേപോലെ തന്നെ തിരിച്ചു വന്നവരുണ്ട്, അവരുടെയൊക്കെ ബന്ധങ്ങളിൽ ഇനി വലിയ ഐശ്വര്യദായകമായ ബന്ധമാക്കണം അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന, നല്ല സ്നേഹം കളിയാടുന്ന, സന്തോഷം പൂത്തുലയുന്ന കുടുംബജീവിതം നയിക്കുന്ന നല്ല കുടുംബങ്ങളുടെ അയലുകാരിൽ ഉൾപ്പെടുത്തണം അല്ലാ. അപ്പോൾ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ചൊവ്വാഴ്ച നമുക്ക് കൺസൾട്ടേഷൻ ഇല്ല. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.